അങ്ങനെ എൻ്റെ UK ലണ്ടനിലെ അവസാന ദിനമാണ്. അവസാന ഇടം നമ്മുടെ റോഷൻ ബ്രോയോടെയാണ്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ സ്റ്റഡി അബ്രോഡിന്റെ വീഡിയോസ് ഒക്കെ കണ്ടല്ലോ. റോഷൻ ബ്രോ ഒരു പ്രൊമോഷനൊക്കെ കൊടുത്ത വീഡിയോ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ. അപ്പോൾ അത് നിങ്ങൾ പോയി കണ്ടാൽ മതി. അതിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് UK വരണം പഠിക്കുന്നതിന്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ ഞാനിന്നിപ്പോൾ രാവിലെ റോഷൻ ബ്രോയുടെ അടുത്ത് വിട പറയുകയാണ്. ഇനി എനിക്ക് 2-3 വരെ കാണണം. അപ്പോൾ ഞാൻ പോയിട്ട് കരയണമെങ്കിൽ കരഞ്ഞോ, നമുക്കറിയില്ലല്ലോ കരയോ കരയൂലോ. അല്ല, എന്റെ അഭിപ്രായം എന്താ? അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞ ഒരു റിയൽ നൊമാഡ്. അതിനൊരു ഷെഡ്യൂൾ തള്ളല്ലേ, വീഡിയോയുടെ വേണ്ടി തള്ളണ്ട. അല്ല, തള്ളല്ല. ഒരു സ്ട്രക്ചർ ഇല്ല, ഒന്നുമില്ല. എവിടെയാണോ കാണുന്നത് അവിടെ നിന്ന് റിയൽ ലൈഫ് ഷൂട്ട് ചെയ്ത് മുന്നോട്ട് പോവാണ്. മനസ്സിലായി? അല്ലാതെ ഇവിടെ വന്ന് എല്ലാരും ഷെഡ്യൂൾ ചെയ്യും. ലണ്ടൻ ബ്രിഡ്ജ് കാണണം, ലണ്ടനായി കാണണം, ബക്കിംഗ്ഹാം പാലസ് പോകണം. ഇതൊന്നുമില്ല. എന്താണോ നിന്റെ മുന്നിൽ കാണുന്നത് അത് നിന്റെ ക്യാമറ ലെൻസിലൂടെ റിയൽ ലൈഫ് യൂട്യൂബ് വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ പറഞ്ഞില്ല നിന്നോട് ഒരു ഷെഡ്യൂൾ ഇല്ല. പലരും പറയും സ്കോട്ട്ലാൻഡിൽ പോകണം, ഇന്ന സ്ഥലം, ഇന്ന ഡിന്നർ ഇവിടെ, ലഞ്ച് ഇവിടെ. നീ യു ആർ റിയൽ നൊമാഡ്. താങ്ക് യു. അപ്പോ നമ്മൾ അടുത്ത പ്രാവശ്യം കാണാം നമുക്ക്, അല്ലേ? ഒരു ഓവർലാൻഡ് ട്രിപ്പ് ചെയ്യാം. അടുത്ത് നമുക്കൊരു ഓവർലാൻഡ് ട്രിപ്പ് ചെയ്യാം. സ്കോട്ട്ലാൻഡ് കവർ ചെയ്യണം, അയർലാൻഡ് കവർ ചെയ്യണം. അങ്ങനെ മേജർ സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് കവർ ചെയ്യാം. അതെ. അപ്പോ ഞാനിപ്പോൾ ഇങ്ങനെ UK ലണ്ടനിലെ തെരുവുകളിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബ്ലർ. ഞാൻ പോവുകയാണ്. റോഷൻ ബ്രോ എനിക്കൊരു ടിക്കറ്റ് ഒക്കെ എടുത്തു തന്നു. ഞാൻ ഇനി പുറത്തോട്ട് പോവാണ്. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരാളെ കാണണം, എൻ്റെ ഒരു മെമ്മറി കാർഡ് വാങ്ങണം. അത് കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ പോകണം. ബ്രോ പോവാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, കാണാം കേട്ടോ. എൻ്റെ ലൈഫിലെ ഒരു പ്രധാന ഞാൻ മനസ്സിലാക്കിയ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് കറക്റ്റ് ഷെഡ്യൂൾ ചെയ്യണം. ഞാനിപ്പോൾ നീ വേറെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കാണണം. അതൊന്നും മീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പെട്ടുപോയി കേട്ടോ, ഞാൻ ടൈറ്റായിപ്പോയി. ഞാനിപ്പോൾ ഷംജിത് ബ്രോനെ കണ്ടിട്ട് പുള്ളി എന്നെ എയർപോർട്ടിൽ ആക്കി തരും കേട്ടോ. ഞാനിതിൻ്റെ ഇടയിൽ എൻ്റെ ഈ ടീഷർട്ട് ഉണ്ടല്ലോ, ഈ ടീഷർട്ട് ഞാൻ ഒരു ബ്രാൻഡ് പോലെ ഇറക്കി ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി അത് പ്രകാശനം ചെയ്യാൻ ലണ്ടൻ ബ്രിഡ്ജിൽ പോയിട്ട്, അല്ല നമ്മുടെ ടവർ ബ്രിഡ്ജിൽ പോയിട്ട് പ്രകാശനമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ്. അതിനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. കുഴപ്പമില്ല. ഞാനിപ്പം പോളണ്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. പോളണ്ടിൽ പോകുന്നതിൻ്റെ പ്രധാന കാരണം ബെലാറൂസിൻ്റെ വിസ എനിക്ക് പോളണ്ടിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടി മാത്രമാണ് ഒരു പ്ലാനും ഇല്ലാത്ത ഞാൻ ഉടനെ അപ്രതീക്ഷിതമായിട്ട് പോളണ്ടിലോട്ട് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ പോളണ്ടിൽ ഇന്ന് രാത്രി എത്തും. രാത്രി എത്തിയിട്ട് നാളെ രാവിലെ തന്നെ നേരെ എംബസിയിലോട്ട് പോകും. അപ്പോൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. നമ്മുടെ ഷംജിത് ബ്രോൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. ഇനി നേരെ എയർപോർട്ടിലോട്ട് പോകാൻ കേട്ടോ, സമയമില്ല. ഇവിടെ നിന്നാണ് കേട്ടോ ഭക്ഷണം കഴിച്ച. അയ്യോ, വയറ് അറിഞ്ഞു. ഷംജിത് ബ്രോ താങ്ക് യു സോ മച്ച് കേട്ടോ. UK പെട്ടെന്ന് ബ്രോ ഇപ്പൊ പറഞ്ഞ പോലെ പെട്ടെന്ന് കുറെ നാൾ ഇവിടെ നിന്ന പോലെ. അല്ലേ, കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ. 5 ദിവസമായേ ഉള്ളൂ സത്യത്തിൽ. ഞാനിവിടെ പെരുന്നാളിന്റെ തലേദിവസമാണ് വന്നത്. പെരുന്നാൾ കൂടി പലയിടത്തും ഓടി സത്യത്തിൽ എവിടെയൊക്കെ ദൂരങ്ങൾ പോയതുപോലെയാണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് തവണ കാണാം. ഇറാനിൽ പോണോ? യാത്ര കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞു. അതെ, അപ്പൊ ഇറാനിലോട്ട് വാ. നമ്മളവിടെ വരണം. ഇറാനില് മാത്രമല്ല നമ്മളെല്ലായിടത്തും കൊണ്ടുപോകണം കേട്ടോ. അഫ്ഗാനിൽ ആരെങ്കിലും ഒക്കെ പോകണമെങ്കിൽ പറയണം. ഇറാനില്, സുഡാനില് നമ്മുടെ സ്ഥിരമേഖലകളുണ്ടല്ലോ. ഇറാനിലെ ആക്ച്വലി എനിക്ക് പോകണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ. ബട്ട് ഈ യുദ്ധമൊക്കെ കാരണം പിന്നെ പോകാത്തതാണ്. ഇപ്പോൾ കുറച്ച് സ്റ്റേബിൾ ആയിരുന്നു തോന്നുന്നു. നല്ലൊരു രാജ്യമാണ്. യുദ്ധത്തിന് ശേഷത്തെ അവസ്ഥ അറിയണമല്ലോ. കാരണം യുദ്ധത്തിന് മുന്നേ ആയിരുന്നല്ലോ ഞാൻ പോയത്. അന്ന് ചീപ്പായിരുന്നു. ഇപ്പം യുദ്ധത്തിന് ശേഷം എത്രത്തോളം എക്സ്പെൻസീവായി എന്നൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എനിക്കിനി ഞാൻ റയാൻ എയറിലാണ് പോകുന്നത്. റയാൻ എയറിൽ പോയിട്ട് നോക്കട്ടെ എയർപോർട്ടിൽ എന്തെങ്കിലും ഡ്രാമ ഉണ്ടോ. അതോ ഞാനിപ്പം ബുക്ക് ചെയ്ത ബാഗ് എനിക്കൊന്ന് വീൽ ബാഗേ അലോ ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു. അവസാനം സമയമില്ലാത്തതുകൊണ്ട് എനിക്കൊരു ടാക്സി ബുക്ക് ചെയ്ത് തന്നു. ടാക്സിയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിലോട്ട്. മൈ ഫ്ലൈറ്റ്. അവിടെ പുള്ളിക്കാരൻ എനിക്ക് വയലിട്ട് ചോദിക്കാനായിട്ട് എന്തോ തന്നു. 2 മണിക്കൂർ കേട്ടോ ടാക്സിയിൽ ഞാൻ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ഫ്ലൈറ്റ് മിസ്സാകും കേട്ടോ. ഇവിടെ ഫുള്ള് ട്രാഫിക്. ഐ തിങ്ക് മൈ ഫ്ലൈറ്റ് മിസ്. I will not get my flight. ടാക്സിയിൽ അങ്ങനെയൊക്കെ വന്നു. കറക്റ്റ് 20 മിനിറ്റേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഓടണം, ടൈമില്ല.
ഇത് 40 മിനിറ്റ് മുമ്പ് ബോർഡിംഗ് ക്ലോസ് ചെയ്യും. ബട്ട് എനിക്ക് എന്തോ ഭാഗ്യം 3/4 മണിക്കൂർ ഫ്ലൈറ്റ് ലേറ്റ്. ആ ഫ്ലൈറ്റ് ലേറ്റ് ആയാലും എൻ്റെ ടാക്സി വീണ്ടും ലേറ്റായിട്ട് എത്തിയത്. ഇനി വെറും 30 മിനിറ്റ് ഇല്ല കേട്ടോ ഫ്ലൈറ്റ്. 30 മിനിറ്റ് ഇല്ല, 25 മിനിറ്റേ ഉള്ളൂ. ബട്ട് എന്തോ ഭാഗ്യമുണ്ട്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അയ്യോ ചത്തോടോ, ഒരവസ്ഥയായി. ഞാൻ ഓടി, എൻ്റെ കാലൊക്കെ വിറയ്ക്കുന്നു. ഓട്ടോ എനിക്ക് തല ഇറങ്ങുന്നു കേട്ടോ. ഓടി പറയാൻ കയറി ആര് പറ്റിച്ചേട്ടോ. എൻ്റെ ബാഗിന് 60 പൗണ്ട് കൊടുക്കണമെന്ന് കേട്ടോ. 60 പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 7,500 രൂപ അടുപ്പിച്ച് വരും. ലാസ്റ്റ് എൻ്റെ കാർഡില്ലല്ലോ, കാർഡ് യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ലാസ്റ്റ് പൈസ കൊടുത്തപ്പോൾ പൈസ പറ്റൂല. ലാസ്റ്റ് ഒരു പെൺകുട്ടി സഹായിക്കുകയാണ് കേട്ടോ. Finally. Oh, thank you so much. What's your name? Manuela. Are you from Poland? Yeah, I'm from Poland, but I live in here in the UK. Oh, you live in Yeah, here? so I'm just going to visit my parents. Okay, I will see you later. Okay, see you. Thank you so much, Manuela. Bye-bye. ഫൈനലി ഞാനാണ് അവസാനത്തെ പാസഞ്ചർ. എൻ്റെ ഫ്ലൈറ്റിലെല്ലാം കൂടെ 4,000 രൂപയായി. ഇത് കുറച്ചായി, 10,000-ൽ കൂടുതലായി കേട്ടോ. സാധാ ഈ ഫ്ലൈറ്റിൽ 2,000 രൂപയുടെ ഫ്ലൈറ്റാണ്. 2,000 രൂപ ഇല്ല കേട്ടോ. എനിക്ക് ഇത്രയും രൂപ ആവേണ്ടി വന്ന അവസാനം പ്രയാണയോ. അങ്ങനെ ഉറങ്ങി എണീറ്റ് ഞാൻ പോളണ്ടിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള വാർസോയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ യൂറോപ്പിലാണ് കേട്ടോ. യൂറോപ്പിൻ്റെ വിസ ലാസ്റ്റ് നാട്ടിലുണ്ടായിരുന്നപ്പോൾ എടുത്തു. ഏകദേശം 1 വർഷത്തെ വിസയാണ് എടുത്തത്. യെസ്, നല്ല നടക്കാനുണ്ടല്ലോ. ഫ്ലൈറ്റ് അങ്ങ് ദൂരെ എവിടെയോ പുറത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടിട്ട് പോയി. നമ്മുടെ എയർപോർട്ടിൻ്റെ ടെർമിനൽ ലീവാകും. ഒരു മണിക്കൂസ് എയർപോർട്ടാണ് പോളണ്ടിലെ വാർസോയിലെ. വാർസോ മോണിക്കയോ അങ്ങനത്തെ മെലഡിയോ അങ്ങനത്തെ എന്തോ ഒരു എയർപോർട്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ അവസാനം ഞാൻ പോളണ്ടിലെ ക്യാപിറ്റൽ വാർസോയിൽ എത്തിയിട്ടുണ്ട്. എന്നെ കൂട്ടാനായിട്ട് നമ്മുടെ കുറച്ച് നാൾ മുന്നേ ഉള്ള തലശ്ശേരിക്കാരൻ ഫഹീമ്. അങ്ങനെ നമ്മൾ ഒരുപാട് കാലങ്ങൾ നമ്മളുണ്ടല്ലോ ലാസ്റ്റ് 2018 ആ നീ ഫേമസ് ഒക്കെ ആകുന്ന സമയത്ത് എനിക്ക് മുമ്പ് ഫേമസ് ആയവനാണ് കേട്ടോ ഇവൻ. അങ്ങനെ ഇവര് വന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, വാട്ടർ ഗാർലിറ്റ്സ് എന്ന് പറഞ്ഞാൽ. അവിടെ വന്നിട്ട് ഇങ്ങനെ പറയും എനിക്ക് ട്രാവൽ ചെയ്യണം എന്നുണ്ട്, ലോകം കാണണം എന്നൊക്കെ ഉണ്ട്. പിച്ചയ്ക്ക് ചെയ്തിട്ടാണ്, പൈസ ഒന്നും ഇല്ലാണ്ടാണ്. അന്നാണ് അടിയായതെന്തോ. അപ്പൊ ആൾക്കാരൊക്കെ എന്നെ പുച്ഛിച്ചു അല്ലേ? ഞാൻ പുച്ഛിച്ചിട്ട് ഇവന്റെ ശത്രുവായിരുന്നു കേട്ടോ. ഇവനും ആ ഗ്രൂപ്പിലെ ശത്രു, ഇവനും ആ ഗ്രൂപ്പിലെ അഡ്മിനും പുച്ഛിച്ചു കേട്ടോ. ഇതൊന്നും നടക്കൂല, ഇതൊക്കെ വെള്ളക്കാർക്ക് നടക്കുന്ന പരിപാടിയാണെന്ന്. ഇതൊക്കെ എനിക്ക് എനിക്ക് മറവി രാഗം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവനെ വിളിച്ചു. ഞാൻ വരുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ ഞാൻ ഇങ്ങോട്ട് വരുവാണെന്ന്, അല്ലെങ്കിൽ പറയില്ലായിരുന്നു. അല്ല അതിനുശേഷം പിന്നെ നമ്മള് അവന് മനസ്സിലായത് മനസ്സിലായത്. അല്ല ഞാനും ആ സമയത്ത് ഇച്ചയ്ക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഞാന് ഇവൻ പൈസ ഇല്ലാണ്ട് പബ്ലിക് ഫണ്ടിലൊക്കെ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞപ്പോ പബ്ലിക് ഫണ്ട് വേണ്ട. പബ്ലിക് ഫണ്ട് പബ്ലിക് ഫണ്ട് അങ്ങനെ. പക്ഷെ രസമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാല് ആ ഒരു ഗ്രോത്ത് എല്ലാരും കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണ് അല്ലേ? അതിനൊന്നും പറയില്ല, ചെക്കെ കിടിലാണ്. അപ്പൊ അങ്ങനെ നമ്മള് ഫൈനലി പോളണ്ട് വന്നിരിക്കുകയാണ്. നിന്നെ കാണിക്കേണ്ടത് നിന്റെ വിശേഷമല്ലേ. ഇവിടെ എത്ര ആളായി? ഞാനിവിടെ ഏകദേശം 1.5 ഇതായിട്ടോ. എന്റെ ഫ്ലൈറ്റ് 1.5 വർഷമായി. എന്റെ ഫ്ലൈറ്റ് ഇവിടെ ലേറ്റ് ആയി. ചെക്കന്റെ ഫ്ലൈറ്റിന്റെ കോമഡി ഉണ്ടാവും പറയും. എന്ത് ഫ്ലൈറ്റിന്റെ ഫ്ലൈറ്റ് എങ്ങനെ ഇവിടെ എങ്ങനെ എത്തി പോളണ്ടില് പറഞ്ഞു. ഞാൻ ആക്ച്വലി ബെലാറസിന്റെ വിസ ഉണ്ടല്ലോ, ബെലാറസിന്റെ വിസ സായി മെക്സിക്കോ എന്നല്ല, സായി ബ്രസീലിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, സ്പെയിനിൽ വന്നു, സ്പെയിനിൽ നിന്ന് ഫ്ലൈ ചെയ്ത് പോളണ്ടിൽ വന്നു. പോളണ്ടിൽ വന്നിട്ട് സായി ബെലാറസിന്റെ വിസയ്ക്ക് വേണ്ടി പോയി. അപ്പം ഞാൻ പറഞ്ഞു നീ പോയിട്ട് എംബസി പോയിട്ട് നോക്ക് വിസ കിട്ടുമോ നോക്ക്. അപ്പം വിസ കിട്ടുമെന്ന് പറഞ്ഞ് വിസ കിട്ടി സായിക്ക്. ഞാൻ അപ്പം അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഇവിടെ വന്നു. ഇനിയിപ്പോൾ ഞാനും പോയി ബെലാറസിന്റെ വിസ എടുക്കാൻ വേണ്ടി പോകണം. ഞാൻ മുമ്പ് പോളണ്ടിൽ വന്നപ്പം ബെലാറസിന്റെ വിസ ട്രൈ ചെയ്ത് തന്നില്ല, ലിത്വാനിയിൽ നിന്ന് ട്രൈ ചെയ്ത് തന്നില്ല. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടാൻ നോക്കാം. അതെ. അപ്പൊ അതുകൊണ്ട് എന്തായി നമുക്ക് കാണാൻ പറ്റും. നമ്മളൊരു
യൂണിഫിക്കേഷൻ കുറെ നാൾക്ക് ശേഷം കാണുന്നത്. അതെ, നമ്മളേകദേശം കണ്ടപ്പോ നമുക്ക് കുറെ സിമിലർ ആയിട്ടുള്ള കുറെ കൊറേ കഥകളുണ്ട്. അപ്പം ഇവിടെ നമുക്ക് പോളണ്ടിന്റെ ഒരു വാർസോന്റെ ഒരു മൂഡ് എന്താന്ന് കാണാല്ലേ, രാത്രി കാഴ്ച കാണാം. അതെ അതെ. ഇവിടെ പോളണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏഴ് ദിവസം വൻ ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വാർസോ പറഞ്ഞാല്. ഇവിടെ എല്ലാം കിട്ടും, എല്ലാ പരിപാടിയും. അതല്ല It's kind of like a Sri Lanka. You should come here. The best place, beautiful place. Actually, I don't know. Yeah. നമ്മളിവിടെ സെന്ററിൽ വന്ന് കുറച്ച് ഫുഡ് കഴിച്ചു ഫൈവിൻ്റെ അവിടെ. ഇവിടെ ഫുള്ള് നൈറ്റ് സമയത്ത് ഫുള്ള് സ്ട്രീറ്റ് ക്ലബ്ബ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, പാർട്ടിയാണ് കേട്ടോ. ഇന്ന് വീക്കെൻഡ് പോലും അല്ല, വീക്കെൻഡ് അല്ലാത്തപ്പോഴേ അത്യാവശ്യം കുറച്ച് തിരക്കും ഇതൊക്കെ ഉണ്ട് കേട്ടോ. വീക്കെൻഡ് ആണെങ്കിൽ പിന്നെ ഇവിടെ ധാരാളം പാർട്ടി. പിന്നെ നൈറ്റ് ലൈഫ് അറിയാമല്ലോ, ഇവിടെ പൊതുവേ എല്ലായിടത്തും നൈറ്റ് ലൈഫിൻ്റെ ഭാഗമായിട്ട് ധാരാളം സ്ട്രിപ്പ് ക്ലബ്ബുകളും പിന്നെ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ധാരാളം ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാല്, ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് എന്ന് വെച്ചാല് പോളണ്ട് ഒരു ദരിദ്ര രാജ്യമാണ്, അതൊക്കെ പണ്ട്. ഇപ്പൊ എന്ന് വെച്ചാല് ഭയങ്കര സേഫാണ് ഇവിടെ. എന്ന് വെച്ചാൽ ഇമിഗ്രൻസ് വളരെ കുറവാണ്, ഇല്ലീഗൽ ഇമിഗ്രൻസ്, റെഫ്യൂജീസ്, കാരണം അതൊക്കെ എന്ന് വെച്ചാല് ലൈക്ക് എല്ലാം ഒരു കൺട്രോൾ. അതെ, അതുകൊണ്ടെന്ന് വെച്ചാല് ഭയങ്കര സേഫാണ്. നിങ്ങൾക്ക് എവിടെ പോയാലും ഭയങ്കര സേഫായിട്ട് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ ഒരു സാധനം സൈക്കിളോ അങ്ങനെ ഒന്നും കട്ട് എടുത്തെന്നുള്ള ഒരു ന്യൂസ് പോലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ അതേപോലെ ഇവിടെ ഭയങ്കര ക്ലീൻ ആണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള രാജ്യത്തെ സിറ്റി സെന്റർ ഒക്കെ വെച്ച് നോക്ക്. ഓസ്ട്രേലിയയിലൊക്കെ പോയാൽ ഫുള്ള് ഓസ്ട്രേലിയ, ജർമ്മനിയിലോ നമുക്ക് ഇവിടുത്തെ ആൾക്കാർ അത്ര റേസിസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല, കുറച്ചും കൂടി കൈൻഡാണ്. ഈവൻ അല്ലെ ഇപ്പൊ സ്ട്രിപ്പ് ക്ലബിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആ പെണ്ണുങ്ങൾ പോലും നമ്മളടുത്ത് എന്ത് നൈസായിട്ടാണ് സംസാരിച്ചത്. അപ്പൊ ആ ഒരു സംഭവം ഉണ്ട്. പോളണ്ടിന്റെ ഒരു ഒരു ഫോളൻ ഫാൻ ആണെന്ന് എനിക്ക് ഓൾറെഡി മനസ്സിലായി. അല്ല, ഞാൻ ഇത്രയും യൂറോപ്പിൽ ഇത്രയും രാജ്യം ട്രാവൽ ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ജീവിക്കാൻ പറ്റിയ രാജ്യം പോളണ്ടാണ്. അഫോർഡബിൾ ആണ്, ഭയങ്കര അഫോർഡബിൾ ആണ്. ഇവിടുത്തെ സ്ലോട്ടി വെച്ച് ജീവിക്കുമ്പോ ആക്ച്വലി കുറച്ച് ചീപ്പാണ് കേട്ടോ. നമ്മള് തൊട്ടടുത്തുള്ള അപ്പുറത്തുള്ള ജർമ്മനിയില് പോയാല് ഒരു കിലോ ചിക്കന് പോലും 150 റുപ്യ ഉള്ളൂ. നാട്ടിലെ 150 രൂപ, നാട്ടിൽ പോലും 200 റുപ്യ ഉണ്ട്. അതിനെക്കാട്ടൊരു ചീപ്പാ. പിന്നെ എനിക്കറിയാലോ എന്ന് വെച്ചാൽ ബാക്കി എല്ലാ സാധനം എന്ന് വെച്ചാൽ മുട്ട അങ്ങനെ എല്ലാ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഒക്കെ. പാലിനൊക്കെ നാട്ടിലെ 30 റുപ്യ 1 ലിറ്റർ പാലിന്, നാട്ടിൽ പോലും 1 ലിറ്ററിന് അത്രയും ചീപ്പാണ്. അതാണ് പോളണ്ടിന്റെ ഒരു ബെസ്റ്റ് പാർട്ട്. നമ്മുടെ ചേച്ചി അവിടെ നിന്ന് ആളുകളെ വലയും പിടിക്കുവാണ് കേട്ടോ. ചേച്ചി ഓരോ ആണുങ്ങളെ കാണുമ്പോൾ വലയും പിടിക്കുവാണ്, അവരുടെ കച്ചവടമാണല്ലോ. അപ്പോൾ കൊള്ളാം കേട്ടോ, നല്ല തണുപ്പുണ്ട്. എനിക്ക് നാളെ എംബസിയിലോട്ട് പോകാനായിട്ട് കുറച്ച് ഫോട്ടോ കോപ്പീസ് എടുക്കണം. ഇവിടെ പാതിരാത്രി 24 hours ഇവിടുത്തെ പോസ്റ്റ് ഓഫീസുകൾ ഓപ്പൺ ആണ് കേട്ടോ. പോസ്റ്റ് ഓഫീസിൻ്റെ അകത്ത് തന്നെ ഇതുണ്ടോ, പോസ്റ്റ് ഓഫീസ് സർവീസ് കേട്ടോ, 24 hours ഓപ്പൺ ആണ്. ചെറിയ ഇതല്ലേ, കട ഇല്ലെങ്കിലും ചെറിയ വെള്ളമോ ജ്യൂസോ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാനും പറ്റും. പാതിരാത്രി ഒന്ന് ഫോട്ടോ പോസ്റ്റ് അയക്കാം കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് 24 hours പോസ്റ്റ് ഓഫീസ്. നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ലേ, അതിന് വേണ്ടിയുള്ള ബൂത്തും ഉണ്ട്. 24 hours ഇവിടെ വന്ന് പൈസ എടുക്കുക, അത്ര തന്നെ. നമുക്ക് സ്റ്റുഡിയോയ്ക്കായിട്ട് ആളൊന്നും വേണ്ട. പണി കിട്ടി, പോലീസ് വന്നു. ലൈറ്റ് ഇടാൻ എന്തോ പറഞ്ഞു കേട്ടോ. രാത്രി ആയിട്ടോ. പെട്ടെന്ന് കുറെ നാൾക്ക് ശേഷം സ്ലാവിക് റീജിയനിലോട്ട് വന്നപ്പം എന്തോ ഒരു പുതിയൊരു മുഖം, പുതിയ രീതി, ഫ്ലാഷ് ബാക്ക്. കിടന്നുറങ്ങി, ഉറക്കമൊന്നും പറയണ്ട, അധികമൊന്നും ഉറങ്ങിയില്ല. ഞാൻ രാവിലെ എംബസിയിൽ പോവാണ്. നമ്മുടെ സായി വരുവാണ് കേട്ടോ. സായിയെ കണ്ടിട്ട് ലാസ്റ്റ് ഇപ്പോൾ 1 മാസത്തിന് മുന്നേ നമ്മൾ ബ്രസീലിലുണ്ടായിരുന്നല്ലോ ഒരുമിച്ച്. ഇപ്പൊ തന്നെ വീട്ടിലൊന്ന് കാണാൻ വേണ്ടി പോവാം. സായിതോ അവിടെ നിൽക്കുവാണ് കേട്ടോ. എൻ്റെ അമ്മോ, ആ ബാഗ് നോക്കി, സായിനെ കാട്ടിയുണ്ട് കേട്ടോ ആ ബാഗിന്റെ വലിപ്പം. Here you are. Welcome. Welcome you. Welcome. I'm already here. How are you? I was already here. Good. ലാറസ് എംബസിയുടെ മുന്നിൽ രാവിലെ തൊട്ട് ഇത്രയ്ക്ക് തിരക്കാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് നമ്മുടെ പാകിസ്ഥാൻ എംബസിയാണ് ആ കാണുന്നത്.
നമ്മുടെ അയൽ സംസ്ഥാനം, സോറി അയൽ രാജ്യം. ഒരു വിസ അവര് ഓട്ടിക്കും. യുദ്ധത്തിന് ശേഷം അവന്മാര് രാജ്യത്ത് കയറണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞാൻ എംബസിയിലൊക്കെ പോയിട്ട് വന്നു. ഇവിടെ ഇന്ന് എന്നെ ഇവിടെ നിന്ന് പാക്ക് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ ഇവിടെ ആളിരിക്കണത്. ഞാൻ വിചാരിച്ചു ഇന്ന് റഷൊക്കെ എടുത്ത് പോകാമെന്ന് ഇരിക്കുന്നു. അവൾ എനിക്ക് വേണ്ടി ഓരോ ദിവസം വെയിറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ഇത് കാരണം പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ പോവാന്ന് വിചാരിച്ചു. ഫൈമേ, ഹലോ ഗായ്സ്. ഹലോ ഗൈസ്. ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഗീ റൈസും പിന്നെന്താ ചിക്കൻ കറി. ഇത് സഫീർ ബ്രോ ഫ്ലാറ്റിലാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നത്. നല്ല അടിപൊളി ഫ്രിഡ്ജ് മാഗ്നറ്റ് കേട്ടോ. നല്ല ചൂസൺ ആയിട്ടുള്ള ഈ കാണുന്നത് നല്ല രസമുണ്ട്. ലക്സംബർഗിന്റെ, ഇത് ആംസ്റ്റർഡാം എന്ന് പറയുന്ന സൈക്കിൾ സിറ്റി ആണല്ലോ. സൈക്കിൾ സിറ്റിയും റെഡ് സ്ട്രീറ്റ് സിറ്റി അല്ലേ. പിന്നെ നമ്മുടെ ഇറ്റലിയുടേത്, സ്വീഡന്റെ കൊള്ളാം കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു മലയാളി പയ്യനൊക്കെ ഉണ്ട് കേട്ടോ. ബ്രോ എന്ത് ചെയ്യാം ഇവിടെ? ഞാനിവിടെ പഠിക്കായിരുന്നു, വർക്ക് ചെയ്യാം. എത്ര വർഷമായി? ഞാനിപ്പോ 3.5. പോളണ്ട് എങ്ങനെയുണ്ട്? പോളണ്ട് എങ്ങനെയുണ്ട്? അല്ല അവന്റെ അടുത്ത് കേട്ട് എന്റെ ഒപ്പീനിയൻ പറയാന്നുണ്ടെങ്കിൽ എനിക്ക് അടിപൊളിയാണ്. ഞാൻ കളിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഫുട്ബോളാണ് കേട്ടോ. എല്ലാം കൂടി സെറ്റാണ്. കളി വേറെ പല അർത്ഥങ്ങൾ വരും. അതുകൊണ്ട് അപ്പം ഞങ്ങൾക്ക് കൂടെ ടീമുണ്ട്. അങ്ങനെ മല്ലു ടീം. അടിപൊളി. പിന്നെ ഞാൻ ഇന്റർനാഷണൽ ടൂർണമെന്റ് പോളിഷ് പഠിച്ചോ? പോളിഷ് കുറച്ച്. പോളണ്ടിൽ ഇഷ്ടപ്പെട്ട എന്താ വേറെ ഒരു കാര്യം? പോളണ്ടില് ഇഷ്ടപ്പെട്ട വെച്ചാല് ഇവിടുത്തെ കൾച്ചറും പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്താ പറയാ കൾച്ചർ തന്നെ മെയിൻ ആയിട്ട്. ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം ഇവരെ കൾച്ചർ ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ അത് ഭയങ്കര. പിന്നെ ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലുള്ള മാതിരി ആൾക്കാര് എന്താ പറയാ നേരെ പോകുന്നുള്ള കൂടല്ല. കുറച്ചും കൂടി ക്രേസിയാണ്, കുറച്ചും കൂടി എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ. പൊതുവെ ഒരു സ്ലാവിക് ആൾക്കാര് എല്ലാരും അങ്ങനെയല്ലേ. ഒരു നൈസാണ്, കൂളാണ് ഇവിടുത്തെ ആൾക്കാര്. ബാക്കിയുള്ള പിന്നെ ഇവിടെ വേറെ ഒരാളുണ്ട്. കയാമേ, എന്തുണ്ട് വിശേഷം? കയാമിന്റെ അവിടെ ഞാൻ രാത്രി വന്ന് കിടന്നപ്പോ കയാം എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആരാന്ന്. ഞാൻ പറഞ്ഞു നാളെ പറയാന്ന്. അങ്ങനെ കയാമിനെ ഇപ്പോഴാണ് കേട്ടോ കണ്ടത്. കയാം എത്ര വർഷമായി ഇവിടെ? 6 വർഷമായോ? കയമാണോ ഇവിടുത്തെ സീനിയർ? പക്ഷെ കണ്ട ഒരു 22-21 വയസ്സൊക്കെ അല്ലേ പറയുള്ളൂ. ചെറിയ കറക്റ്റ് അല്ലേ? 21 അല്ലേ? അതെ. പക്ഷെ കാക്കേ എത്ര വയസ്സുണ്ട്? ഒരു 40. 23 ഉള്ളൂ. എന്റെ അമ്മോ, അടിപൊളി സാധനം കേട്ടോ. ഫൈമല്ല കുക്ക്, സോറി കേട്ടോ, ഫൈമല്ല. നമ്മുടെ ബ്രോന്റെ പേരെന്താ? സഫീർ ബ്രോ ആണ് കേട്ടോ. നല്ല മണം കേട്ടോ. How's the food? So smelly, right? It's very good smell. I'm hungry, but this is too much. This will be for lunch. I'm there for you. I will finish. I know that you always finish. ഞാൻ ബിരിയാണി കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. നേരെ എംബസിയിലോട്ട് പോവാം. എൻ്റെ ഒരു പോളിഷ് ഫ്രണ്ട് കേട്ടോ ഉണ്ട് കേട്ടോ. നമ്മൾ ദുഷാംബെന്ന്, അതായത് തജിക്കിസ്ഥാന്റെ ക്യാപിറ്റലിൽ നിന്ന് ആദ്യമായിട്ട് കണ്ടുമുട്ടിയതാണ്. എന്നിട്ട് നമ്മൾ പിന്നീട് സാംബിയയിൽ വെച്ച് കണ്ടു, പിന്നെ എവിടെയൊക്കെ വെച്ച് കണ്ടു. അപ്പോൾ അവൻ്റെ നാട് ഇവിടെയാണ്. ഞാൻ അവൻ്റെ അടുത്ത് ഇന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഞാനിവിടെ ഉണ്ടെന്ന്. അപ്പോൾ അവൻ എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരുവാണ്. എന്നിട്ട് അവൻ്റെ കൂടെ എംബസിയിലോട്ടൊക്കെ പോയിട്ട് ഞാനിന്ന് വിടും കേട്ടോ. ഇവിടുന്ന് ബെലാറസിൻ്റെ വിസ എടുത്തിട്ട് ഇന്ന് തന്നെ ബെലാറസ് ബോർഡറിലോട്ടാണ് പോകുന്നത്. After a long time. How are you, man? Fine, and you? Good. Hello. ഏകദേശം 10-15,000 രൂപ വിസയ്ക്കും കൊടുത്ത് ഞാനിതാ തിരിച്ചു വന്നിരിക്കുകയാണ് വിസ എടുക്കാനായിട്ട്. എൻ്റെ വിസ റിജക്റ്റ് ആയി കേട്ടോ. എൻ്റെ പൈസയും പോയി. $120, ഏകദേശം 13,000 രൂപ അടുപ്പിച്ച് പോയി. വിസ റിജക്റ്റഡ് എന്ന് കേട്ടോ, റെഫ്യൂസ് ചെയ്ത്. കാരണം ഒന്നും പറയുന്നില്ല അവർ ചോദിച്ചിട്ട്. എംബസിയിനകത്ത് കയറാൻ പറ്റൂല എന്ന് കേട്ടോ. അയ്യോ, എനിക്ക് കരയണം. നമ്മുടെ പോളണ്ടിലെ വിസ റിജക്ഷൻ എന്നെ വലിയൊരു ഹാർട്ട് ബ്രേക്ക് തന്നു. ഇതൊക്കെയാണ് കേട്ടോ പോളണ്ടിലെ ഏറ്റവും വലിയ റിവറാണ് കേട്ടോ ഈ കാണുന്നത്. I'm heartbroken, bro. So sad. Sai. So I try my best. Sai. I know. Sai ആണ് ഏറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഒരുമിച്ച് യാത്രയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അതായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കാനായിട്ട്. എല്ലാം പോയി. എൻ്റെ വിസയും പോയി, പൈസയും പോയി. $120 കേട്ടോ. വിസയുടെ റിജക്ഷൻ്റെ കാരണവും പറയുന്നില്ല ഇവര്. നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ക്രിസ്റ്റീനയുടെ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഈ കാണുന്നത്. എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിഷമമൊക്കെ മറച്ചു വെച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കുകയാണ്. ഇവിടെ ഞാൻ പവയിൽ കൊണ്ടുവന്നത് എന്തോ ലോക്കൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ.
It's a lunch for rejection. Rejection lunch. I took free soup Free soup? and two no soup. Okay, let's see. Okay, no, do. അതാണ് ഇവരുടെ സലാഡ്സ് ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഇരിക്കാൻ പോകണം. ഇതൊക്കെ ലോക്കൽ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ലോക്കൽ Huadinik. Because it's like a cold. കോൾഡ് Huadinik. നല്ല തണുത്ത സൂപ്പാണ്. യോഗട്ട്, റാഡിഷ്, ബീട്രൂട്ട്, പിന്നെ നമ്മുടെ ഓണിയൻ, സ്പ്രിംഗ് ഓണിയൻ ഇല്ലേ, സ്പ്രിംഗ് ഓണിയൻ അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഇതാണ്. ഈ കാണുന്നത് മുട്ടയാണ് കേട്ടോ. ഇതാ മുട്ട. You can start. You can. I know this taste. Good. It's cold soup. What your mom saying? My mom say സായിയുടെ അമ്മയ്ക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് ഇത് പറയുന്നു കേട്ടോ. she sent you audio. ഓഡിയോ നറഷ്നോക്കി തണ്ടേ I really like it. ഇത് കൊള്ളാം കേട്ടോ. നറഷ്നോക്കി ഇത് നമ്മുടെ ഡംപ്ലിങ്സ് കേട്ടോ. And I ordered also like ഇതിനകത്ത് പൊട്ടാറ്റോ ആണ് കേട്ടോ സാധനം. Yours is better or without? കുറേ ഉണ്ടല്ലോ ഇവൻ. ഈസ് ഓർഡറിങ് ദ ഹോൾ ഷോപ്പ്. Que más pidió? അവൻ കുറേ ഓർഡർ ചെയ്തിരുന്നു. എന്തൊക്കെ കേട്ടോ, എനിക്ക് ഒന്നാമത് വിശപ്പില്ല. ഈ ചിക്കൻ്റെ എന്തോ സാധനം, ഇവിടെ എന്തോ സാധനം, പോളണ്ടിന്റെ ദേശീയ ഭക്ഷണമായിട്ടുള്ള Which is the pork? This one? പോർക്ക്. ഇത് പോർക്ക്, നമ്മുടെ കിഴങ്ങ്, കുറേ ഉണ്ടല്ലോ. ഇറ്റ്സ് ലൈക്ക് എ ബഫേ ബ്രോ. വി ഹാവ് ടു അറേഞ്ച് ദ സ്പൈസ്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ പോളണ്ടിൽ സ്ട്രോബെറി സീസൺ തുടങ്ങിയിട്ടുണ്ട്. സ്ട്രോബെറി ആണ് ഇവിടെ ഫുള്ള്. Will you eat 1 kilo or half kilo? നമ്മുടെ പോളണ്ടിന്റെ ക്യാപിറ്റലിൽ വന്നിട്ട് ക്യാപിറ്റൽ കാണിച്ചു തരുന്നതാണ് വേണ്ട. The next to this building is the palace of the Palace. culture. This one. No, this like a post-Soviet. Post-Soviet building. The gifts from the Stalin to Warsaw. സ്റ്റാലിന്റെ സമയത്ത് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത കുറെ കെട്ടിടങ്ങളൊക്കെയാണ് കേട്ടോ. പോസ്റ്റ് സോവിയറ്റ് ബിൽഡിംഗ് കണ്ടില്ലേ. പോളണ്ട് അത്യാവശ്യം വൃത്തിയുള്ള ഒരു യൂറോപ്പിലെ നഗരമാണ്. നല്ല വൃത്തിയുള്ള നീറ്റായിട്ടുള്ള സ്ട്രീറ്റൊക്കെയാണ് കേട്ടോ ഇവിടെ. മറ്റ് സെൻട്രൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ കുറേ ലഹരിയും അതും ഇതും മൈഗ്രൻസ് ഒന്നും ഇവിടെ ഇല്ല. കാരണം ഇവിടുത്തെ ഗവൺമെൻറ് കുറച്ച് ഫാർ റൈറ്റ് ഗവൺമെൻറ് ആണ്. ഇവിടെ പോളണ്ടിലെയും യൂറോപ്പിലെയും ഏറ്റവും വലിയ ഉയരം കൂടിയ ബിൽഡിംഗ് ആണ്. ഉയരം കൂടിയ റെസ്റ്റോറൻറ്റും യൂറോപ്പിലെ റെസ്റ്റോറൻറ്റും അതാണ്. ഇനി നമ്മൾ വയ്യാത്തോണ്ട് ഇന്ന് പോവേണ്ടതാണ്. സായും പോവേണ്ടതാണ്. പിന്നെ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ സായി പോവും. ഞാൻ വേറെ എന്തെങ്കിലും പണി നോക്കും. കാരണം എനിക്ക് വിസ കിട്ടിയില്ലല്ലോ. നമ്മൾ നമ്മുടെ അക്കോമഡേഷൻ്റെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. നല്ല സിറ്റി സെന്ററിലാണ് കേട്ടോ നമ്മളിന്ന് സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്നത്. ദിവസം ഞാൻ വന്ന് എയർബിഎൻബിയിൽ കിടന്നു. പിന്നെ ഇപ്പോഴാണ് കേട്ടോ എണീറ്റ് ഇറങ്ങിയത്. കാരണം ഒട്ടും വയ്യായിരുന്നു. സായി അങ്ങനെ ബെലാറൂസിലോട്ട് പോവാണ്. സായി സി എൻജോയ് ബെലാറൂസ്. Ah, yeah, I know. I was not. I will send you pictures. I'm unlucky. Belarus doesn't deserve me. No, for now. In the future. ഇതിനിടയിൽ തന്നെ ഒരു മലയാളി ഇങ്ങനെ മെസ്സേജ്. ഹായ് മലയാളി, പേരോ? ആസിഫാണ് കേട്ടോ. ആസിഫ് പോളണ്ടിൽ എത്ര വർഷമായി? രാവിലെ എനിക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു കേട്ടോ. എന്ത് ബിരിയാണിയാ? ചിക്കൻ ബിരിയാണി. അയ്യോ, ചിക്കൻ ബിരിയാണിയൊക്കെ കൊണ്ടുവന്നെങ്കിൽ ഈ പ്രിപ്പയർഡ് ചിക്കൻ ബിരിയാണി ഫോർ മീ. Why you don't know? You prepare yourself, right? Yeah, myself. Why you don't know how to cook? Okay. You don't cook anything. I cook pasta. Learning from him. You could stay whole day. We are here for him, like, you know. എന്ത് പഠിക്കാ? ഞാനിവിടെ MBA പഠിക്കുക. MBA പഠിക്കാ. എത്ര വർഷമായി ഇവിടെ? ഞാൻ 1.5 കൊല്ലം. പോളണ്ട് എങ്ങനെയുണ്ട്? പോളണ്ട് നൈസാണ് ആക്ച്വലി. സ്റ്റുഡൻസിനൊക്കെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ. ഇനി ഇവിടെ സെറ്റിൽ ആവാനുള്ള പ്ലാന്? തീരുമാനിച്ചിട്ടില്ല. നെയ്ച്ചോറും ചിക്കനും ആണ്. അപ്പൊ ഞാൻ ഇന്നലെ വന്നപ്പോ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചു. ഞാൻ ഇന്നലെ സ്റ്റോറിയുടെ ഇവിടെ കണ്ടത്. മെസ്സേജ് അയച്ചു. ഞാൻ ഓർക്കുന്നത് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരാന്ന് വെച്ച്. അയ്യോടാ, ഇതറിഞ്ഞിരുന്നെങ്കിൽ പയ്യ നേരത്തെ കഴിച്ചിട്ടൊക്കെ ഇറങ്ങായിരുന്നു കേട്ടോ. ഞാൻ അറിഞ്ഞില്ലല്ലോ. എനിക്കൊന്നും അജിനാസാ ആസിഫ് ക്ലൗഡ് കിച്ചൺ തുടങ്ങിയിട്ട് പരസ്യത്തിന് വേണ്ടി എനിക്ക് ബിരിയാണി കൊണ്ടുവന്നതാണെന്നാണ് എന്റെ ഒരു അതിയായ ഡൗട്ട് കേട്ടോ. ഫുഡ് ഒക്കെ ഉണ്ടെന്ന് പറയും. ഫുഡ് കൊള്ളാം. അത് മതി. ഇന്നലെ രാത്രി എന്റെ ഡിന്നർ സ്ട്രോബെറി ആയിരുന്നു കേട്ടോ. സ്ട്രോബെറിയോ?
നായ് പോലത്തോനെ പുറത്തിറങ്ങാൻ മടിയായോണ്ട് ഒന്നും പോയി കഴിച്ചില്ല. സിം വാങ്ങാൻ വേണ്ടി വന്ന് 5 സ്ലോട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 120 രൂപ. 120 രൂപയുടെ അകത്ത് ആദ്യത്തെ ഫസ്റ്റ് മാസം. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ബാക്കി 8 GB ഉണ്ടാവും. പിന്നെ നമ്മള് മാസം കയറ്റി കഴിഞ്ഞാൽ ഇത് അൺലിമിറ്റഡ് ആയിട്ട് GB തീരുന്നവരെ 858 GB 990 10,000 GB 10,000 GB നമുക്ക് അത് തീരുന്നവരെ നമുക്ക് യൂസ് ചെയ്യാം. മാസം 35 സ്ലോട്ട് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മാസം 35 GB എന്നാലും ലാഭമാണ്. നോക്കിക്കേ, ആദ്യത്തെ മാസം 825 GB കിട്ടും കേട്ടോ. അടിപൊളി. ഇവിടെ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടെന്നാണ് ഫഹീം പറഞ്ഞത്, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഇന്ന് എവിടെയൊക്കെ പോയെന്ന് ഒരു പിടിയില്ല. ഞാൻ അവസാനം ഫഹീമേ ഒരു ഹോസ്റ്റലിൽ വന്നു. ഹോസ്റ്റലിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഫഹീം എനിക്ക് വേണ്ടി ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടുത്തെ ഒരു ക്ലബ്ബിൽ നൈറ്റ് ലൈഫ് ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ് രാത്രി. ഇതിൻ്റെ പുറത്ത് ഇവിടെ 3 മണി കഴിഞ്ഞു. 3:30 മണിയായപ്പോൾ ഉള്ള വെട്ടം കണ്ടില്ലേ? ഇവിടെ 10 മണിയുടെ വെട്ടമുണ്ട് കേട്ടോ പകല്.